ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം സീരീസ് ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ശ്രീമദ് ഭാഗവതം സീരീസ് ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 15 ക്ലാസ്സുകളായി. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 1-ാം സ്കന്ധം 3-ാം അധ്യായം. നമ്മൾ ആ അധ്യായത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഈ അധ്യായത്തിൽ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ആദ്യം ഈ അധ്യായത്തിൽ നമ്മൾ പുരുഷാവതാരങ്ങളെക്കുറിച്ച് ചോദ്യത്തിന് ഉത്തരമായിട്ട് സൂത ഗോസ്വാമി പറഞ്ഞ മറുപടികൾ കേട്ടു. അതിനുശേഷം ഒരുപാട് ലീലാവതാരങ്ങളെക്കുറിച്ച്, ഗുണാവതാരങ്ങളെക്കുറിച്ച്, ശക്തിയാവേശ അവതാരങ്ങളെക്കുറിച്ച്, ഏകദേശം 22ഓളം അവതാരങ്ങളെക്കുറിച്ച് സൂത ഗോസ്വാമി പറഞ്ഞു എക്സാമ്പിളായിട്ട്. പിന്നെ ഈ അവതാരങ്ങളുടെ എല്ലാം പ്രഭവസ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് സൂത ഗോസ്വാമി സ്ഥാപിച്ചു. ആ പ്രഭവസ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് സ്ഥാപിച്ച ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം ആണ് ഏതേച അംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ പരിഭാഷാസൂത്രം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ വേഴ്സ് അല്ലെങ്കിൽ ശ്ലോകം എന്ന് നമ്മൾ കണ്ടു. എന്തിനാണ് അതിനെ പരിഭാഷാസൂത്രം അല്ലെങ്കിൽ എംപറർ വേഴ്സ്, ശ്ലോകങ്ങളിലെ ചക്രവർത്തി, 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തിൽ ആ ശ്ലോകത്തിനെ എന്തുകൊണ്ടാണ് ചക്രവർത്തി എന്ന് പറയുന്നതും നമ്മൾ കേട്ടു. പിന്നെ നമ്മൾ സംസാരിച്ചത് സൂത ഗോസ്വാമി എന്താണ് പറയുന്നത്, ഇതെല്ലാം പറഞ്ഞു സൂത ഗോസ്വാമി. പക്ഷേ സൂത ഗോസ്വാമി വിശ്വരൂപത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ അവതാരങ്ങളിലൊന്നും എന്ന് നമ്മൾക്ക് ചിലപ്പോൾ സംശയം വന്നേക്കാം. അതുകൊണ്ട് സൂത ഗോസ്വാമി ഇവിടെ വിശ്വരൂപത്തെക്കുറിച്ചും പറയും. പക്ഷേ ഈ അവതാരങ്ങളും വിശ്വരൂപവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കേട്ടു. കാരണം എന്താണ്, അവതാരങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ സച്ചിദാനന്ദ വിഗ്രഹത്തിൽ നിന്നും വന്നിട്ട് പ്രത്യക്ഷപ്പെടുന്ന വിസ്തരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവ ആത്മാവിന് പ്രത്യേക ഭഗവാന്റെ വിശേഷപ്പെട്ട ശക്തി ആവേശിപ്പിച്ചുകൊണ്ട് വരുന്ന ശക്തിയാവേശ അവതാരങ്ങളോ ഒക്കെയാണ്. അവരെല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് അനുഭവവേദ്യമാണ് ഇവിടെ, അല്ലെങ്കിൽ എവിടെ, സ്പിരിച്വൽ വേൾഡിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്ത്. ഭൗതിക ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും രാമചന്ദ്രമൂർത്തിയും പരശുരാമനും ബലരാമനും പിന്നെ കപിലമുനിയും ഒക്കെ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരെല്ലാവരും എന്താണ് അനുഭവവേദ്യമാണ്. പക്ഷേ ഇവിടെ മെറ്റീരിയൽ ഫോം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള 2 രൂപങ്ങളെ കുറിച്ച് പറയുന്നു. ഭഗവാന് ഭൗതിക രൂപം ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും സൂത ഗോസ്വാമി ഇവിടെ ഒരു പ്രത്യേക രൂപത്തെക്കുറിച്ച് പറയുന്നു. 1 വിരാട് രൂപം, 2 വിശ്വരൂപം. ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടത്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് വിശ്വരൂപത്തെക്കുറിച്ച് കേൾക്കുന്നത് സാധാരണ നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ വിശ്വരൂപ ദർശനം എന്ന് പറയുന്ന അധ്യായത്തിനകത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ദിവ്യചക്ഷുസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ജ്ഞാനം നൽകിക്കൊണ്ട് ആ രഥത്തിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെ ഇരിക്കുകയാണ്, രഥത്തിലിരിക്കുകയാണ്. അർജുനൻ എവിടെ ഇരിക്കുകയാണ്, രഥത്തിലിരിക്കുകയാണ്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ രഥത്തിലിരുന്നു കൊണ്ട് അർജുനൻ വന്നിട്ട് കാലരൂപം എന്ന് പറയുന്ന വിശ്വരൂപത്തെ ദർശിക്കും. ദംഷ്ട്രാകരാളാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളിൽ വളരെ വിശദമായിട്ട് വിശ്വരൂപത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ ഒരു അവസരത്തിൽ നമുക്ക് ഭഗവത്ഗീത പഠിക്കുമ്പോൾ ആ രൂപത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അത് വിശ്വരൂപം, അതായത് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഭൗതിക ലോകത്തിലെയും അതായത് പ്രപഞ്ചത്തിലെ മുഴുവൻ കാഴ്ചകളും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കാണുന്നത്, ഭഗവാന്റെ ശരീരത്തിൽ കാണുന്നതാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. അത് എന്താണ്, ഭൗതികമാണ് അല്ലെങ്കിൽ കാൽപ്പനികമാണ്. എന്ന് വെച്ചാൽ വിശ്വരൂപം വന്നിട്ട് ആക്ച്വലി ആധ്യാത്മികമായിട്ട് ഒരു
എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പുള്ള ഒരു രൂപം അല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ വിരാട് രൂപം എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ് വിരാട് രൂപം എന്ന് പറയുന്നത്? നമ്മൾക്ക് ഭഗവാനെ സച്ചിദാനന്ദ രൂപത്തിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഭൗതികവാദികൾ അല്ലെങ്കിൽ തുടക്കത്തിൽ ആചാര്യന്മാർ സാധാരണ എന്ത് ചെയ്യും? ഈ പ്രപഞ്ചത്തിലുള്ള പല വസ്തുക്കളെയും ഭഗവാന്റെ അംഗങ്ങളായി കരുതി എന്ത് ചെയ്യും? നമ്മളോട് ധ്യാനിക്കാൻ അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി പറയും. ഉദാഹരണത്തിന് മരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ രോമകൂപങ്ങളാണ്. പിന്നെ എന്താണ്? നദികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രക്തവാഹിനികളായിട്ടുള്ള രക്തക്കുഴലുകളാണ് എന്നൊക്കെ പറയും. ഇതെല്ലാം വന്നിട്ട് യഥാർത്ഥത്തിൽ ആ നദികളും പിന്നെ മരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഭൗതിക പ്രപഞ്ചം മാത്രമാണോ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നില്ല. അത് കാൽപ്പനികമാണ്, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് ഭഗവാൻ. അങ്ങനെ അതായത് നമുക്ക് ഭഗവാന്റെ സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ശ്യാമസുന്ദര രൂപമായിട്ടുള്ള ആ ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നേരിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ അവബോധത്തിലുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് തുടക്കത്തിൽ വന്നിട്ട് ഭഗവാന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭഗവാനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത്? ആചാര്യന്മാർ പറയുന്നത്. പക്ഷേ അത് താൽക്കാലികമാണ്, അല്ലെങ്കിൽ കാൽപ്പനികമാണ്, അല്ലെങ്കിൽ എറ്റേണൽ അനശ്വരമല്ല എന്ന് പറയുന്നത്. കാരണം ഭൗതിക ലോകത്തിൽ മാത്രമേ ഈ രണ്ട് രൂപങ്ങളുടെയും ആവശ്യമുള്ളൂ, വിശ്വരൂപത്തിൻ്റെയും വിരാട് രൂപത്തിൻ്റെയും. വിരാട് രൂപം എന്ന് പറയുന്ന പ്രത്യേക ഒരു രൂപമേ അല്ല, അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്. എന്തിന്? നമുക്ക് ഭഗവാനെ കാണാൻ, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. വിശ്വരൂപം എന്നത് കാണിച്ചു കൊടുക്കുന്നതാണ് ഭഗവാൻ, പക്ഷേ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. അതും ഈ പ്രകാരം എറ്റേണൽ അല്ലെങ്കിൽ അനശ്വരമായ ഒരു രൂപമല്ല. പക്ഷേ രാമചന്ദ്രമൂർത്തി, പിന്നെ വരാഹമൂർത്തി, നരസിംഹമൂർത്തി, ഇവരെല്ലാം ആധ്യാത്മിക ലോകങ്ങളിൽ അവരവരുടേതായിട്ടുള്ള ധാമങ്ങളിൽ അധിവസിക്കുന്ന നിത്യമായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരാൻ ഇനി 30ാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ നമ്മൾ വിരാട് രൂപത്തെക്കുറിച്ചും വിശ്വരൂപത്തെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങി. ഇനി എന്താണ് സൂതഗോസ്വാമി അവരോട് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കേൾക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് വിവരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമുക്ക് ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീര വനചാരി. यमुना तीर वनचारी. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. हरे कृष्णा कृष्ण कृष्ण हरे हरे. हरे राम 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 हरे हरे. जय कृष्ण बलराम जय कृष्ण बलराम. कृष्ण बलराम जय कृष्ण बलराम. जय गौरनिताय जय गौरनिताय. गौरनिताय जय गौरनिताय. जय जय प्रभुपाद प्रभुपाद.
प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम राम രാമ ഹരേ ഹരേ. 30ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വിശ്വരൂപത്തെക്കുറിച്ച് കണ്ടു. ചെറുതായിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് വിശ്വരൂപം, വിരാട് രൂപം എന്നൊക്കെ. ഇവിടെ അതിൻ്റെ വാക്യാർത്ഥത്തിൽ പ്രഭുപാദ് എഴുതിയിരിക്കുന്നു, ഇറ്റ് ഈസ് ടു എനേബിൾ ദ ലെസ് ഇൻ്റലിജൻറ്റ് ആൻഡ് നിയോഫൈറ്റ്സ് ടു അഡ്ജസ്റ്റ് ടു ദ ഐഡിയ ഓഫ് ദ ലോഡ്സ് ഹാവിങ് ഫോം. ഭഗവാന് രൂപം ഉണ്ട് എന്ന ഒരു തത്വത്തിലേക്ക് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആശയം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് എന്താണ് അല്പജ്ഞാനികൾക്കും അതേപോലെ എന്താണ് നമ്മളെ പോലുള്ള നിയോഫൈറ്റ്സിനും. കാരണം ഭഗവാന് ഒരു രൂപമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. പക്ഷെ ആ രൂപത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളെപ്പോലെ ഭൗതിക രൂപമല്ല എന്ന്. അപ്പോൾ ഭഗവാന്റെ രൂപത്തിനെ പലരും വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭൗതികമാണെന്ന് വ്യാഖ്യാനിക്കുന്ന സ്കൂൾ ഓഫ് തോട്ട്സ്, അതായത് തത്വചിന്തയുടെ വിവിധ ശാഖകളുണ്ട്. ഉദാഹരണത്തിന് മായാവാദം എന്ന് പറയുന്നു. മായാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്നത് എല്ലാം മായയാണ്, സത്യം എന്നതിന് രൂപമില്ല, അതായത് പരമസത്യത്തിന് രൂപമില്ല, അതൊരു വെളിച്ചം മാത്രമാണ്, ഒരു ശക്തി മാത്രമാണ്, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ അവതാരങ്ങൾക്ക്, അതായത് രാമനും കൃഷ്ണനും പിന്നെ വരുന്ന അവതാരങ്ങളെല്ലാം അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മാനിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ രൂപം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെപ്പോലെ ഭൗതികമായിട്ടുള്ള രൂപം, അതായത് ഈ നമ്മളുടെ ശരീരം പോലെ ഭൗതികമായിട്ടുള്ള ശരീരമുള്ളവരെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടെ സെൽഫ് റിയലൈസ്ഡ് അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം സിദ്ധിച്ച മനുഷ്യർ മാത്രമാണ് ആര്? കൃഷ്ണനും രാമനും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് അങ്ങനെയുള്ള ആൾക്കാരുടെ ചിന്തയെ എന്താണ് ഒരു ഉദാഹരണം വഴിയാണ് പറയുന്നത്. നമുക്ക് 31ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദൃഷ്ടാരി ദ്രഷ്ടവ്യം അർപ്പിതം അബുദ്ധി ആരോപിതം അബുദ്ധിഭിഃ. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദൃഷ്ടാരി ദ്രഷ്ടവ്യം ആരോപിതം അബുദ്ധിഭിഃ. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദ്രഷ്ടാരി ദ്രഷ്ടവ്യം ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിഃ. എന്താണ്? 2 ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് മേഘം, 2 യഥാ നഭസി മേഘ. മേഘങ്ങളെയും പൊടിപടലങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് വായുവാണ്. എന്നാൽ ആകാശം മേഘാവൃതവും വായു പൊടിപടലങ്ങളാൽ പങ്കിലമാണെന്നും അല്പജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നു. അതേപോലെ ഭൗതിക ശരീര തത്വങ്ങളെ അവർ ചേതന ആത്മാക്കളിൽ നിവേശിപ്പിച്ചിരിക്കുന്നു. മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും നമ്മൾക്ക് ശ്രമിച്ചു നോക്കാം. മേഘങ്ങളെയും പൊടിപടലങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് വായുവാണ്. ആകാശവും വായുവും അല്ലെ? ആകാശത്ത് മേഘമുണ്ട്. അപ്പോൾ മേഘം എന്ന് പറയുന്നത് ആകാശത്തുള്ളത് കൊണ്ട് ആകാശത്തിനെ നമ്മൾ മേഘാവൃതമാകുന്നു എന്ന് പറയും. അതായത് ഇരുണ്ട് കറുത്തിരിക്കുന്ന ആകാശം. പക്ഷെ യഥാർത്ഥത്തിൽ ആകാശം എന്ന് പറയുന്നത് എപ്പോഴും ഒരേ തരത്തിലുള്ള
ഉജ്ജ്വലമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ കാണുന്ന സമയത്ത് അവിടെ മേഘങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആകാശത്തിനെ കുറ്റം പറയും നമ്മൾ. മേഘാവൃതമാണ് ആകാശം എന്ന്. മേഘം അവിടെ നിന്ന് മാറും, വീണ്ടും മേഘം വരും, പിന്നെയും മേഘം മാറും, വീണ്ടും മേഘം വരും. എന്നാലും ആകാശത്തിന് ഒരു വ്യത്യാസവും ഇല്ല. ഇനി വായു എപ്പോഴും വന്നിട്ട് പ്യുവറാണ്. പക്ഷെ വായുവിൽ വന്നിട്ട് ഒരുപാട് പൊടിപടലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. വായു പൊടിപടലങ്ങളാൽ മലീനമസമാവുകയില്ല. പൊടിപടലങ്ങൾ വന്നിട്ട് വായുവിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ ഭഗവാൻ വന്നിട്ട് ഈ ആകാശത്തെ പോലെയാണ്, ഈ പരിശുദ്ധമായ വായുവിനെ പോലെയാണ്. നമ്മൾ അദ്ദേഹത്തില് എന്താക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ അംശങ്ങളായ നമ്മൾ ഓരോരുത്തരും, നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോ ഹരിപ്രിയ ദേവിദാസിയോ അല്ലെങ്കിൽ അതേപോലെ നമ്മളുടെ നാമമുള്ള ഈ ഒരു ശരീരത്തിനെ അല്ല നമ്മൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭാഗവതം വായിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ അംശങ്ങളായ യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ രൂപമുള്ള ആരാണ്? ജീവാത്മാവ് എന്നാണ് നമ്മൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു രൂപം, ഒരു സ്ത്രീയുടെ രൂപം എന്ന് പറയുന്നത് ആ ജീവാത്മാവിന് നൽകിയിട്ടുള്ള, ഈ ജന്മത്തിൽ നൽകിയിട്ടുള്ള ഭൗതിക ശരീരം മാത്രമാണ്. അത് പെർമനന്റ് അല്ല. ഇപ്പൊ ഒരു 40 വയസ്സായി, ഇനി ഒരു കുറച്ച് നാളുകൂടി കഴിയുമ്പോഴേക്കും അത് ജരാനരകൾ ബാധിക്കും, അതില്ലാണ്ടാവും. പക്ഷെ ആത്മാവ്, ഈ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ശരീരത്തിനകത്തുള്ള ആത്മാവ് ഇല്ലാതാകുന്നില്ല. അടുത്ത ശരീരം അതിന് ലഭിക്കും. അപ്പോൾ ശരീരം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് കാണുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ആത്മാവ് എന്താണ്? ആത്മാവിൻ്റെ പ്രസൻസിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രകടമായ ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഉദാഹരണം എന്ന് പറയുന്നത്, ഞാൻ ഇരിക്കുന്നു, സംസാരിക്കുന്നു, ഇത് വായിക്കുന്നു, ശ്ലോകങ്ങൾ പറയുന്നു, ഇതൊക്കെ എനിക്ക് ആത്മാവ് ഉണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇതൊന്നും ആത്മാവില്ലായിരുന്നുവെങ്കിൽ ഈ ശരീരം ഇവിടെ ഉണ്ടെങ്കിലും ഇത് വെറുതെ നിശ്ചലമായി കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഈ ശരീരത്തെയും ചലിപ്പിക്കുന്നത് എന്താണോ, ആ അവബോധം നൽകുന്നത് എന്താണോ, അതിനെയാണ് നമ്മൾ ജീവനെന്നും ആത്മാവ് എന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്നത്. ആ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ അംശമാണ്. ജീവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ്. ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് തന്നെ എന്താണ്? അത് അനശ്വരമായിട്ടുള്ള അംശങ്ങളുമാണ്. പൂർണ്ണം എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായതുകൊണ്ടും അതിൻ്റെ അംശങ്ങളെല്ലാം വന്നിട്ട് എന്താണ്? അനശ്വരങ്ങളാണ്. അദ്ദേഹത്തെ പോലെ തന്നെ, ഭഗവാനെ പോലെ തന്നെ സച്ചിത് ആനന്ദ രൂപമുള്ള ജീവ ആത്മാക്കളാണ് എന്ന് നമ്മൾ ഈ പറയുന്ന എല്ലാ വ്യക്തികളും, എല്ലാ ജീവജാലങ്ങളും, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട്. പക്ഷേ സാധാരണ, അതായത് ഈ ജ്ഞാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ശരീരമാണ് എന്ന് വിശ്വസിക്കും. അതായത് ഈ ഒരു തുടക്കത്തിൽ, അതായത് ജനിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുകയും മരിക്കുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ടൈം ലിമിറ്റ് മാത്രമേ എനിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ ഞാൻ വളരെയധികം കാര്യമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയും. എൻ്റെ ശരീരം, ഞാൻ ഈ ശരീരമാണ്. ഈ ശരീരത്തിൽ വന്നിട്ട് ആത്മാവെന്ന് പറയുന്നത് അത് കാണാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നത് എന്നൊക്കെ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ആത്മസമ്പൂർണനായ ഭഗവാനെ നമ്മുടെ ഭൗതിക നേത്രങ്ങളാലോ ഇന്ദ്രിയങ്ങളാലോ ദർശിക്കാൻ സാധ്യമല്ലെന്ന് ഇവിടെ വീണ്ടും ഊന്നി പ്രസ്താവിക്കുന്നു. ജീവാത്മാക്കൾ ഭൗതിക ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീയ സ്ഫുലിംഗത്തെ പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിവില്ല. അതാണ് നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് നമ്മൾ ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ എന്താ പറയുന്നത്? ആകാശം എപ്രകാരമാണോ പ്യുവർ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ശുദ്ധമായിരിക്കുന്നത്, അതിൽ മേഘം വരികയും പോവുകയും ചെയ്യും. ഇനി വായു എപ്രകാരമാണോ ശുദ്ധമായിരിക്കുന്നത്, അതിൽ പൊടിപടലങ്ങൾ വരും, പോവും. അതേപോലെ ഈ ആത്മാവ് എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ജീവാത്മാവും ഭഗവാൻ എന്ന് പറയുന്ന ആ പരമദിവ്യോത്തമ പുരുഷനും പ്യോർ, അതായത് പരിശുദ്ധമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പുള്ള ആൾക്കാരാണ്.
ഭൗതിക ലോകത്തിൽ ഭഗവാൻ വന്നിട്ട് വരുമ്പോൾ ഭഗവാൻ നമ്മളെ പോലെ ശരീരം സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സ്വേച്ഛയ്ക്കനുസരിച്ചാണ് വരുന്നത്. അച്ഛനമ്മ ആരാണെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ദേവകി വസുദേവന്മാരുടെ മകനായിട്ട് വരണമെന്ന് കൃഷ്ണന്റെ ഇച്ഛയാണ്. അല്ലെങ്കിൽ യശോദ നന്ദഗോപന്മാരുടെ വസതിയിൽ വസിക്കുക എന്നുള്ളത് കൃഷ്ണന്റെ ഇച്ഛയാണ്. ഇതെല്ലാം വന്നിട്ട് ഭഗവാന്റെ സ്വേച്ഛപ്രകാരമാണ്. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കുന്നത് എൻ്റെ ഇച്ഛയല്ല. എൻ്റെ കർമ്മം കൊണ്ട് എനിക്ക് വന്നു ചേരുന്ന പ്രതികർമ്മം, അതായത് അതിൻ്റെ റിസൾട്ടാണ്. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുകയില്ല. അയ്യോ, എനിക്ക് ഈ അമ്മയും അച്ഛനും വേണ്ട, ആ ജീവാത്മാവിനോട് എന്ത് ചെയ്യുന്നു, നീ എനിക്ക് വേറെ ഒരു അമ്മയും അച്ഛനെയും തരൂ, കുറച്ചും കൂടെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു അമ്മയും അച്ഛനെയും തരൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം റിസൾട്ട് അനുസരിച്ച് നമ്മൾ ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ശരീരത്തിന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മളുടെ തലയിൽ വിധിച്ചു വെച്ചിട്ടുണ്ട്. ആ വിധി, അതായത് ഭഗവാന്റെ ഭൗതിക പ്രകൃതി നമുക്ക് അവാർഡ് ചെയ്തു തരുന്ന, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇച്ഛിച്ചതിനനുസരിച്ചുള്ള ഈ ഒരു ശരീരമാണ്. പക്ഷെ അത് എവിടെ, എങ്ങനെ, എപ്പോ, എത്ര നാൾ എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ല. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു കൊള്ളണം, അഡ്ജസ്റ്റ് ചെയ്തു കൊള്ളണം. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്ത് തരത്തിലുള്ള കഷ്ടപ്പാടുകളും അസുഖങ്ങളും ഒക്കെ വന്നാലും നമ്മൾ തന്നെ അനുഭവിക്കണം. കാരണം ഈ ശരീരം എന്താണ്, ഞാൻ കർമ്മം കൊണ്ട് നേടിയതാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെ അല്ല വരുന്നത്. ഈ പറഞ്ഞ അത്രയും അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ ഇതിനു മുമ്പ്. സൂതഗോസ്വാമി ഇപ്പൊ പറഞ്ഞു വരുന്നത് അതിനെ കുറിച്ചാണ്. എന്താണ് അവതാരങ്ങളുടെയും നമ്മളുടെയും വ്യത്യാസം എന്നാണ് സൂതഗോസ്വാമി പറഞ്ഞു വരുന്നത്. ആ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ. പക്ഷെ ആ അവതാരങ്ങൾക്ക് ഒന്നും വന്നിട്ട് നമ്മളെ പോലെ എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, ഒരു ശരീരം എടുക്കേണ്ടി വരുന്നില്ല, നശിക്കുന്ന ശരീരം എടുക്കേണ്ടി വരുന്നില്ല. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ, എന്തൊഴികെ, ശക്തിയാവേശ അവതാരങ്ങൾക്ക് ഒഴികെ അങ്ങനെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, അവരുടെ ശരീരം നശിക്കാൻ. ശക്തിയാവേശ അവതാരം എന്ന് പറഞ്ഞ ഒരു ജീവാത്മാവാണ്. ആ ജീവാത്മാവിന് ഭഗവാന്റെ സ്പെഷ്യൽ മേഴ്സി കൊണ്ട്, അല്ലെങ്കിൽ കാരുണ്യം കൊണ്ട് അവർക്ക് ഭഗവാന്റെ ശക്തികളിൽ കുറച്ച് ലഭിക്കുന്നതാണ്. അവർക്ക് അവരുടെ ശരീരം ത്യജിക്കേണ്ടി വരും. പക്ഷേ അല്ലെങ്കിൽ കൃഷ്ണനോ രാമനോ ഒന്നും വന്നിട്ട് അവരുടെ ആധ്യാത്മികമായിട്ടുള്ള ശരീരം വന്നിട്ട് ത്യജിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമുക്ക് വായിക്കും ഭാഗവതത്തിൽ ഏറ്റവും അവസാനം പരീക്ഷിത് മഹാരാജാവിന് ഭയങ്കര സംശയം വരും. എന്തു പറയും, ശുഭദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറയും, ആ വേടന്റെ അമ്പ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ താമരമുട്ട് പോലെയുള്ള പാദങ്ങളിൽ പതിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ലീലകളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം തിരികെ പോയി എന്ന്. പരീക്ഷിത് മഹാരാജാവ് ആകെപ്പാടെ കൺഫ്യൂഷനായി പോകും. അതെങ്ങനെയാണ്? പരീക്ഷിത് മഹാരാജാവിന്റെ വിഷം, അതായത് മുഖത്ത് വിഷമാകാൻ പരീക്ഷിത് മഹാരാജാവ് എന്ത് ചെയ്യുകയാണ്, കഥ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഭാഗവതം കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ തിരിച്ചു പോകുന്ന കാര്യം പറയുന്നത്. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന് സംശയം തോന്നി, എന്നെ പോലെ മരണാസന്നനായിട്ടിരിക്കുന്ന എന്നെ പോലെ ശരീരം ത്യജിക്കുന്ന ഒരു വ്യക്തിയാണോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, അല്ലെങ്കിൽ കൃഷ്ണൻ? കൃഷ്ണൻ സ്വയം പരമദിവ്യോത്തമ പുരുഷനല്ലേ? ഏതേച്ച അംശ കലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അങ്ങനെയല്ലേ എന്ന് പരീക്ഷിത് മഹാരാജാവ് ചിന്തിക്കുമ്പോൾ ഉടനെ ശുഭദേവ ഗോസ്വാമി അവിടെ ഉത്തരം പറയും. എന്താണ്, നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നിനക്ക് തന്നെ ദൃഷ്ടാന്തമുണ്ട് പരീക്ഷിത്. എന്താണ്, അതേ സെൽഫ് സെയിം ബോഡിയിലാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ബ്രഹ്മാസ്ത്രത്തിന്റെ ആ പ്രഭാവത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് എന്തു ചെയ്തിരിക്കുന്നത്, ഭഗവാൻ നിന്നെ തിരിച്ചു വിളിച്ചു, മൃത്യുവിൽ നിന്നും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും. ഇനി അതേ സ്വയം, അതായത് ഭഗവാന്റെ അതേ സെൽഫ് സെയിം ബോഡിയിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഗുരുപുത്രന്മാരെ മരണത്തിന്റെ രാജാവിന്റെ കയ്യിൽ നിന്നും ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിച്ചു. ആര്? മരണത്തിന്റെ രാജാവ്. അതുകൊണ്ട് ഭഗവാൻ വന്നിട്ട് ഗുരുപുത്രന്മാരെ അവിടെ കൊണ്ടത് വെച്ചു. ഗുരുപുത്രന്മാരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഭഗവാൻ പോയി. അപ്പോൾ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് ആരുടെ ബോഡിയിലാണ്? സെൽഫ് സെയിം ഭഗവാന്റെ സെയിം ബോഡിയിൽ തന്നെയാണ്. പിന്നെ എന്താണ്, അന്തകാന്തകൻ എന്നറിയപ്പെടുന്ന മഹാദേവൻ വന്നിട്ട് അദ്ദേഹത്തോട് യുദ്ധം ചെയ്തപ്പോൾ ആരോ, അത് ഭഗവാനും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും തമ്മിലുള്ള
റിലേഷൻഷിപ്പാണ്. അന്തകൻ എന്നറിയപ്പെടുന്ന ആ ലോർഡ് ശിവയുമായി യുദ്ധം ചെയ്തപ്പോൾ അതേ ബോഡിയിൽ തന്നെയാണ് അദ്ദേഹം വിജയിച്ചത്, അല്ലെങ്കിൽ ഭഗവാൻ വിജയിച്ചത്. ഇനി ഈ അമ്പെയ്ത ആ ജര എന്ന് പറയുന്ന ആ വേടന് എന്താണ് ഭഗവാൻ കൊടുത്തത്? വൈകുണ്ഠ ലോകത്തിൽ, ജരയുടെ സെൽഫ് സെയിം ബോഡിയിൽ ജര വൈകുണ്ഠ ലോകത്തിൽ പോയി. പിന്നെ സ്വയം മരണത്തെ തരണം ചെയ്യാൻ ഭഗവാന് പറ്റുകയില്ലേ? എന്തുകൊണ്ടാണ് നീ പരീക്ഷിത്തെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് സൂത ഗോസ്വാമി ചോദിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഭഗവാന് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ഭഗവാന് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വയം ആ മരണത്തെ, അതായത് സ്വയം ശരീരം നശിക്കുന്ന ശരീരം ആണോ ഭഗവാന്റെ, അല്ലെങ്കിൽ ആ മരണത്തെ തടയാൻ വേണ്ടിയിട്ട് ഭഗവാന് പറ്റില്ലേ? അതായത് പരീക്ഷത്തെ നീ ചിന്തിക്കുന്നത് തെറ്റാണ്, ഭഗവാന്റെ ശരീരം അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിലുള്ള ലീലകൾ മതിയാക്കി തിരിച്ച്, അതായത് യുഗത്തിനനുസരിച്ച് ആ യുഗത്തിന്റെ അവസാനം എന്താണ്? അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം പരിവാരങ്ങളോടൊപ്പം എവിടേക്ക് പോവുകയാണ്? തിരികെ സ്വന്തം ധാമത്തിലേക്ക് പോവുകയാണ്. ആ ശരീരം എന്ന് പറയുന്നത് എറ്റേണൽ ആണ്. നീ വിഷമിക്കേണ്ട പരീക്ഷിത്ത് എന്നാണ് സുഖദേവ ഗോസ്വാമി അവിടെ സുഖദേവ ഗോസ്വാമി അവിടെ പറയുന്നത്. അപ്പൊ അതേപോലെ നമുക്കും സംശയം തോന്നാം. രാമനും കൃഷ്ണനും ഒക്കെ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ അവരും ഈ പ്രകാരം നമ്മളെപ്പോലെ ഉണ്ടും ഉറങ്ങിയും കളിച്ചും യുദ്ധം ചെയ്തും അത് ചെയ്തു ഇത് ചെയ്തു ഒക്കെ ജീവിച്ചിരിക്കുന്നു. അവരുടെ ശരീരത്തിൽ ഭീഷ്മദേവന്റെ അമ്പുകൾ കൊണ്ട് മുറിവേറ്റിരിക്കുന്നു. നമ്മൾ കാണും 8ാമത്തെ ചാപ്റ്ററിൽ ഭീഷ്മദേവൻ വന്നിട്ട് ഭഗവാനെ കാണുന്നത് മമ നിശിത ശരൈർ വിഭിദ്യമാന ത്വചി വിലസത് കവചേഷു കൃഷ്ണ ആത്മാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മനോഹരമായിട്ട് പാടുന്നു. എന്റെ നിശ്ചിതമായ ശരങ്ങൾ കൊണ്ട് ആ ശരീരത്തിൽ, ഭഗവാന്റെ ശരീരത്തിൽ, അർജുനൻ വന്നിട്ട് ഭഗവാന്റെ രൂപം കാണുന്നില്ല, ഭഗവാൻ പിന്നിലാണ് നിൽക്കുന്നത് അർജുനന്റെ. പക്ഷെ ഭീഷ്മദേവൻ നേരെ ഫ്രണ്ടിലാണ് ഭഗവാനെ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് അത് അദ്ദേഹം വിവരിക്കുന്നത്. ആ മനോഹരമായിട്ടുള്ള രൂപത്തെ അദ്ദേഹം വിവരിക്കുന്നത് എന്ത് ചെയ്യുകയാണ്? മമ നിഷിദ്ധ ശരൈർ വിഭിദ്യമാന ത്വചി വിലസത് കവചേഷു കൃഷ്ണ ആത്മാ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ളതാണെന്ന് ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധരിക്കും, നമ്മുടെ അജ്ഞത കൊണ്ട്. ഞാനും മരിക്കുന്നു, ഭഗവാൻ വന്നിട്ട് 125ാമത്തെ വയസ്സിൽ ജരയേറ്റ അമ്പ് കൊണ്ട് ഭഗവാനും മരിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ പരീക്ഷിത്ത് അങ്ങനെ ചിന്തിച്ചില്ല. പരീക്ഷത്തിന് സംശയം വന്നപ്പോഴേ സുഖദേവ ഗോസ്വാമി അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു ആധ്യാത്മിക ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നമുക്ക് മനസ്സിലാകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ആകാശവും വായുവും എപ്രകാരം പ്യോറാണോ അതേപോലെ പരിശുദ്ധമാണ്, വസുദേവ സത്വമാണ് ആര്? പരമദിവ്യോത്തമ പുരുഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അവതാരങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ വരുന്നത് ലീലാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ എല്ലാം വന്നിട്ട് അവർക്കെല്ലാം അതീന്ദ്രിയമായിട്ടുള്ള ആ ശരീരമാണുള്ളത്. നമ്മളെ പോലെയുള്ള ശരീരം അല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവാത്മാവും അതുപോലെ തന്നെയാണ്. ആ സ്പിരിച്വൽ സ്പാർക്കാണ് ഈ ജീവാത്മാവ് പിന്നെ എങ്ങനെയാണ് നശ്വരമാകുക? ജീവാത്മാവിന്റെ ശരീരമാണ് നശ്വരമാകുക. ഇതാണ് ഏറ്റവും ഫസ്റ്റ് ലെസൺ. നമ്മൾ ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ലെസൺ എന്ന് പറയുന്നത് തന്നെയാണ്. ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം എ സോൾ, ഐ ആം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ, അല്ലെങ്കിൽ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഗോഡ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് അഹം ബ്രഹ്മാസ്മി എന്നും പറയുന്നത്. ആത്മതത്വം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മ ആകുന്നു. ബ്രഹ്മ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മമാകുന്നു. ഈ ബ്രഹ്മത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ജീവാത്മാവിനെ ബ്രഹ്മം എന്ന് പറയാറുണ്ട്. ഈ പറഞ്ഞ അർത്ഥത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഞാൻ ആ ഈശ്വരന്റെ അംശമാകുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 32. അത പരം യദ് അവ്യക്തം അവ്യൂഢ ഗുണബ്രംഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാത് സജീവോ യത് പുനർഭവഃ. അത പരം യദ് അവ്യക്തം അവ്യൂഢ ഗുണബ്രംഹിതം അദൃഷ്ടാ അശ്രുതവസ്തുത്വാത് സജീവോ യത് പുനർഭവഃ. അഥ പരം യദ് അവ്യക്തം
അവ്യൂഢ ഗുണബ്രംഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാത് സജീവോ യത് പുനർഭവഃ. എന്താണ് പറയുന്നത്? ഈ സ്ഥൂല തത്വ സ്വരൂപത്തിന് അതീതമായി അവ്യക്തവും അദൃശ്യവും അശ്രുതിയും അവ്യൂഢവും ഗുണബ്രംഹിതവുമായ മറ്റൊരു സൂക്ഷ്മ സ്വരൂപത്തെ ഉണ്ട്. ജീവാത്മാവിന് ഈ സൂക്ഷ്മതയ്ക്കും അതീതമായി അതിൻ്റെതായ സ്വരൂപമുണ്ട്. അല്ലാത്ത പക്ഷം അവന് ആവർത്തന ജന്മങ്ങൾ ഉണ്ടാകുകയില്ലല്ലോ. ഇത് ഈ പറയുന്ന തത്വമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. നമ്മളുടെ ഭൗതിക ശരീരം, പഞ്ചഭൂത നിർമ്മിതങ്ങളായിട്ടുള്ള സ്ഥൂല ശരീരം, അതായത് ഈ കാണുന്ന ശരീരം. ഇനി ഇതിൻ്റെ അകത്ത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം അല്ലെങ്കിൽ മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ഈഗോ, ഈ പറയുന്ന 3 വസ്തുക്കൾ ചേർന്ന സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും 8 ഭൗതിക വസ്തുക്കൾ ചേർന്ന ശരീരത്തിനകത്ത് എന്തുണ്ട്? ആത്മാവുണ്ട്. ആ ആത്മാവ് അനശ്വരമല്ലെങ്കിൽ അതിന് ആവർത്തിച്ച ജനന മരണങ്ങൾ എങ്ങനെ ഉണ്ടാകും? ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങുന്നു, എൻ്റെ ശരീരത്തിൽ എന്താണ് പ്രകടമായിട്ട് ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, എൻ്റെ കൈകൾ ചലിക്കുന്നില്ല, സമാധാനമായിട്ട് കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നു എന്ന് വിചാരിക്കുക. സമാധാനമായിട്ട് ഉറങ്ങുന്നു, എൻ്റെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട്, ചലനമായിട്ട് എനിക്ക് പുറമെ ഒന്നും ഞാൻ ചലിപ്പിച്ചില്ല എങ്കിലും എനിക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലാകും. കാരണം ആ സൂക്ഷ്മ ശരീരം അപ്പോഴും പ്രവർത്തിക്കുന്നു. ഇനി നിങ്ങൾ അനസ്തീഷ്യ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അനസ്തീഷ്യ നൽകുമ്പോൾ എല്ലാ ആ റെസ്പിറേറ്ററിയെയും എന്താണ് ശ്വാസത്തിൻ്റെതും അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെയും ഒക്കെ ഒരു നോർമൽ സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, പെയിൻ ഒന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടി. ആ സമയത്തും ആരും ചലിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും അയാൾ മരിച്ചു പോകുന്നു എന്ന് നമ്മൾ പറയുന്നില്ല, അനസ്തീഷ്യയിലാണെന്നല്ലേ പറയുന്നു. എന്താണ് കാരണം? അതിൻ്റെ അകത്ത് ആ ജീവാത്മാവ് അപ്പോഴും ഉണ്ട്. പക്ഷേ അതേ ജീവാത്മാവ് ആ ശരീരം വിട്ട് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് ആൾക്കാർ മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അവർക്ക് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന ആ മരണത്തിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന ആ ഭൗതിക ശരീരം അതേപോലെ അവിടെ ഉണ്ട്. പക്ഷേ അതും ചലിക്കുന്നില്ല. അപ്പോൾ അവർ ഉറങ്ങിക്കിടക്കുകയാണോ? അല്ല. അവരുടെ ശരീരത്തിനെ ചലിപ്പിക്കുന്ന ആ ഒരു അവബോധം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എങ്ങോട്ട് പോയിരിക്കുന്നു അറിയില്ല. അതുകൊണ്ട് മരിച്ചു പോയി എന്നേ പറയുകയുള്ളൂ. എവിടെ പോയിരിക്കുന്നു എന്ന് നമുക്ക് അനുഭവവേദ്യം അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ കാണുന്നതിനെ വിശ്വസിക്കത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പറയുന്നു തീർന്നു, അവിടെ വെച്ച് അവസാനിക്കുന്നു എന്ന്. പക്ഷെ ആധ്യാത്മികവാദികൾ പറയുന്നു ആ അനശ്വരനായിട്ടുള്ള ആത്മാവ് എന്ത് ചെയ്യുന്നു? അടുത്ത ലക്ഷ്യസ്ഥാനം എന്താണോ അതിൻ്റെ കർമ്മത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം അത് എന്ത് ചെയ്തിരിക്കുന്നു? അതിന് കിട്ടിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആത്മാവ് അനശ്വരനായതുകൊണ്ടാണല്ലോ ഈ പ്രകാരം ആവർത്തനമായിട്ട് ജന്മങ്ങൾ അതിനുണ്ടാകുന്നത്. അനശ്വരൻ അല്ലെങ്കിൽ അതിന് ഇനി ജന്മം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ശരീരത്തിന് ഉപരിയായി അവ്യക്തവും അൺസീൻ, അൺഹേർഡ്, അൺമാനിഫെസ്റ്റ് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഇല്ലാതെയുള്ള ആത്മാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ലിവിംഗ് ബീയിങ് ഹാസ് ഹിസ് ഫോം ബിയോണ്ട് ദിസ് സബ്റ്റിലിറ്റി, അതർവൈസ് ഹി കുഡ് നോട്ട് ഹാവ് റിപ്പീറ്റഡ് ബർത്ത്. ഇനി എന്തിനാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? സൂത ഗോസ്വാമി അവരോട് പറയുന്നു, ആരോട്? സൗനകാദി ഋഷികളോട് പറയുന്നു ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് കൃഷ്ണനാണ് അതിൻ്റെ എല്ലാം സ്രോതസ്. ഇനി ഈ പറഞ്ഞതിനകത്ത് ഒന്നും പെടാത്ത അവതാരം എന്നല്ല, ഒന്നും പെടാത്ത 2 ഫോം ഉണ്ട്, വിരാട് രൂപവും വിശ്വരൂപവും. അതിനെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജീവാത്മാവിനെ പോലെയല്ല ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ശരീരമല്ല അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറയുന്ന ഇച്ഛയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മുടേത് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഭൗതിക പ്രകൃതി തരുന്നതാണ്. ഇനി ഈ ഭൗതിക ശരീരം, നമ്മൾക്ക് കിട്ടുന്ന ഭൗതിക ശരീരവും വന്നിട്ട് നശ്വരമാണ്. പക്ഷേ ആ ആത്മാവെന്ന് പറയുന്നത് അനശ്വരമാണ്. ഇതാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ ഭൗതിക ശരീരം ഇല്ലാത്ത പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്.
എങ്ങനെയാണ് അടുത്ത ശ്ലോകം 33 ശ്ലോകം പറയുന്നത്? യത്രേ മേ സദസദ് രൂപേ പ്രതിസിദ്ധേ സ്വസംവിദാ അവിദ്യയാത്മനി കൃതേ ഇതി തത് ബ്രഹ്മദർശനം. യത്രേ മേ സദ് അസദ് രൂപേ പ്രതിസിദ്ധേ സ്വസംവിദാ അവിദ്യയാത്മനി കൃതേ ഇതി തത് ബ്രഹ്മദർശനം. യത്രേ മേ സദ് അസദ് രൂപേ പ്രതിസിദ്ധേ സ്വസംവിദാ അവിദ്യയാത്മനി കൃതേ ഇതി തത് ബ്രഹ്മദർശനം. യത്ര ഇമേ സത് അസത് രൂപേ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ ഗ്രോസ് സട്ടിൽ ബോഡി, അതായത് സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ, എത്ര ഇമേ, ഈ എല്ലാ ഗ്രോസ് സട്ടിൽ ബോഡി, അതായത് സത് അസത് അല്ലെങ്കിൽ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ എല്ലാം വന്നിട്ട് പ്രതിസിദ്ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം എക്സിസ്റ്റൻസിനെ, അത് വന്നിട്ട് നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരീരമല്ല, ആത്മാവ്. ഈ ആത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ആത്മാവിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, അതാണ് സ്വസംവിദ എന്ന് പറയുന്നത്, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്താണ് ആത്മസാക്ഷാത്കാരം? ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം. പക്ഷേ ആ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾ എന്ത് മനസ്സിലാക്കും? ഞാൻ ആത്മാവാണ്, പക്ഷെ എന്നാലും എനിക്ക് ശരീരം ഉണ്ടല്ലോ. അപ്പൊ അയാൾക്ക് എന്ത് മനസ്സിലാകും? അവിദ്യയാ ആത്മനീകൃത്തെ. എന്താണ് അവിദ്യയാ ആത്മനീകൃത്തെ? എന്താ അതിന്റെ അർത്ഥം? അവിദ്യയ എന്ന് പറഞ്ഞാൽ ബൈ ഇഗ്നോറൻസ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യക്ക് നേരെ ഓപ്പോസിറ്റ്, അതായത് ജ്ഞാനത്തിന് നേരെ ഓപ്പോസിറ്റ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം. ആത്മനീകൃതെ, അതാണ് ആത്മാവിന്റെ മേൽ ആ ഭൗതിക ശരീരങ്ങൾ എപ്പോഴാ വരുന്നത്? നമ്മൾ അവിദ്യയിലായിരിക്കുമ്പോഴാണ്. തത് ബ്രഹ്മദർശനം. ഇതി തത് ബ്രഹ്മദർശനം, അതാണ് ബ്രഹ്മദർശനം. വളരെ സിമ്പിൾ ആണല്ലേ? ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന സിമ്പിളായിട്ടാണ് സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കും. ശ്രീമദ് ഭാഗവതത്തില് ഈ പറയുന്ന എന്താണ്? എത്ര ഇമേ സദ് അസദ് രൂപേ, നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഭൗതികമായിട്ടുള്ള ശരീരങ്ങളും പിന്നെ എന്താണ് സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെല്ലാം പ്രതിസിദ്ധേ, അതല്ല ഞാൻ. സ്വസംവിദ അവിദ്യയ ആത്മനീകൃതേ, അതാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. എൻ്റെ അവിദ്യ കൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ രൂപങ്ങളൊക്കെ എടുക്കേണ്ടി വന്നത്. ആ വിദ്യയിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വിദ്യ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം എവിടെ ഇരിക്കേണ്ടതാണ്? ഗോലോക വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകങ്ങളിലും ഇരിക്കേണ്ടതാണ്. എൻ്റെ അവിദ്യ കൊണ്ടാണ് ഞാൻ ഇനി വന്നുപോയത്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുന്ന ആൾ തത് ബ്രഹ്മ ദർശനം, ഇതാണ് ബ്രഹ്മദർശനം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ കാണാൻ പറ്റുക? ഈ പ്രകാരമുള്ള ശരീരം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ അവിദ്യ കൊണ്ട് കിട്ടിയിരിക്കുന്ന ഭൗതികമായിട്ടുള്ള കാര്യമാണ്. ഇതല്ല യഥാർത്ഥത്തിലുള്ള എൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്ന് എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അപ്പോൾ നമ്മൾ ഭഗവാനെ ദർശിക്കാൻ തുടങ്ങും. തത് ബ്രഹ്മദർശനം. സോ അറ്റ് ദാറ്റ് ടൈം he sees himself as well as the Lord. ഭഗവാനെയും നമ്മളെയും യഥാർത്ഥത്തിൽ കാണാൻ തുടങ്ങുന്നത് എന്താണ്? ഈശ്വര ജീവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ. വളരെയധികം എളുപ്പമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. ജീവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ. അപ്പൊ അതാണ് എന്ത്? അങ്ങനെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത് എന്നാണ് ആര് പറയുന്നത്? സൂത ഗോസ്വാമി ഇവിടെ പറയുന്നത്. ഇനി 34 ശ്ലോകം. യദി ഈശോ പരതാ ദേവി മായ വൈശാരതി മതിഃ സംപന്ന ഏവേതി വിദുർ മഹിംനി സ്വേ മഹീയത്തെ. യദ്യേഷോ പരതാ ദേവി മായാ വൈശാരദീ മതിഃ സംപന്ന ഏവേതി വിദുർ മഹിംനി സ്വേ മഹീയത്തെ. യദ്യേഷോ പരതാ ദേവി മായാ വൈശാരദീ മതിഃ സംപന്ന ഏവേതി വിദുർ
മഹിം നിസ്വേ മഹീയതേ. എന്താ പറഞ്ഞിരിക്കുന്നത്? യതി ഏഷ ഉപരത ദേവി മായ വൈശാരദി. ആരെ കുറിച്ചാ പറയുന്നത്? വൈശാരദി, സോറി, മായ. മായ, ദേവി മായ. എന്താണ് ഈ ദേവി മായ എന്ന് പറഞ്ഞാൽ? ഭഗവാന്റെ ദൈവീ ഹി ഏഷ ഗുണമയി മമ മായ ദുരത്യയ മാമേവ യേ പ്രപദ്യന്തെ മായാം ഏതാം തരന്തി തേ. ഭഗവാൻ പറയണ എൻ്റെ മായ ഭയങ്കര ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാൻ. ദൈവീ ഹി ഏഷ ഗുണമയി മമ മായ ദുരത്യയ. എൻ്റെ മായ ഭയങ്കര ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാൻ. പക്ഷേ ഒരേ ഒരു കാര്യമേ ഉള്ളൂ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. മാമേവയെ പ്രപദ്യന്തെ മായാം ഏതാം തരന്തിത്തെ. എന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത് എൻ്റെ മായ എന്താണ്? അയാളിൽ ഏൽക്കുകയില്ല എന്ന് പറയുന്നത്. ഇവിടെ അതുമാണ് പറയുന്നത്. എന്താണ് ഈ ഇല്യൂസറി എനർജി, അതായത് ഞാൻ ഈ ശരീരമാണ് എന്ന് കൺസിഡർ ചെയ്യുന്ന ആ മോഹം അല്ലെങ്കിൽ ആ മായേനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. എങ്ങനെ മാറ്റണം? വൈശാരദി മതി. മാറ്റിക്കളയുന്ന ആള് ആരാണ് പ്രത്യേകത? മാറ്റിക്കളയുന്ന ആൾ ആരാണ്? വൈശാരദൻ. വിശാരദൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്. എന്താണ്? ഭയങ്കര വിശാരദനാണ് എന്ന് പറയുന്നത്, പ്രഗത്ഭനാണ് എന്ന് പറയുന്നത്. വൈശാരദി എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ്. അങ്ങനെ ആ അറിവ് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ മായനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആർക്കാണ് കാണാൻ പറ്റുക എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? സമ്പന്ന മതി സമ്പന്ന ഏവേതി വിദുർ. വിദു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുള്ള ആൾക്കാരാണ്. മഹിംനി സ്വേ മഹീയത്തെ. അങ്ങനെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ അവരുടെ സ്വരൂപത്തിൽ സ്ഥിതരാണ് എന്ന് പറയുന്നു. എന്താണ് ആ ശ്ലോകം? അതിന്റെ മലയാള അർത്ഥം വായിക്കാൻ നമുക്ക്. ഭഗവത് കൃപയാൽ മായാപ്രഭാവം ശമിക്കുകയും ജീവാത്മാക്കൾ വിജ്ഞാനത്താൽ സമ്പൂർണമായി സമ്പന്നരുമാകുമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദേവി മായ അതിനെ ഉപരത എന്ന് പറഞ്ഞാൽ അടക്കുക എന്നാണ്. യതി ഏഷോ ഉപരത ദേവി മായ. ഒന്നാമത്തെ കാര്യം എന്താണ്? മായേനെ എന്ത് ചെയ്യണം? അടക്കണം. എങ്ങനെ അടക്കും? ഭഗവാനെ അഭയം പ്രാപിക്കുമ്പോൾ, ആധ്യാത്മിക ഗുരുവിനെ അഭയം പ്രാപിക്കുമ്പോൾ. ഒന്ന്. എന്നിട്ട് എന്ത് സംഭവിക്കും? വൈശാരദി മതി. അതായത് അങ്ങനെ അടക്കിയിരിക്കുന്ന ആൾക്ക് എന്തുണ്ടാകും? ആത്മജ്ഞാനം ഉണ്ടാകും ഉറപ്പായിട്ടും. അതാണ് വൈശാരദി മതി. അതായത് ജീവാത്മാക്കൾ വിജ്ഞാനത്താൽ സമ്പൂർണമായി സമ്പന്നരുമാകുമെങ്കിൽ അനന്തരം അവൻ തൽക്ഷണം ആത്മസാക്ഷാത്കാരത്താൽ പ്രബുദ്ധനാകുകയും അപ്രകാരം അവന്റെ സ്വമഹാത്മ്യത്തിൽ നിവിഷ്ടനായി തീരുകയും ചെയ്യുന്നു. എന്താണ് സ്വമഹാത്മ്യം? എന്റെ മഹാത്മ്യം എന്താണ്? ഞാൻ ഒരു സ്ത്രീയാണെന്നോ, ഞാൻ ഒരു പുരുഷനാണെന്നോ, ഞാൻ ഒരു ഡോക്ടറാണെന്നോ, ഞാനൊരു പാട്ടുകാരിയാണെന്നോ, ഞാനൊരു ആക്ട്രസ് ആണെന്നോ, ഞാനൊരു മോഡലാണെന്നോ, ഞാനൊരു പ്രധാനമന്ത്രിയാണെന്നോ, ഞാനൊരു അങ്ങനെ ഡെസിഗ്നേഷൻസ് അല്ല എൻ്റെ മഹാത്മ്യം എന്ന് പറയും. മഹിംനി സ്വമഹീയത്തെ. ഏറ്റവും വലിയ ഡെസിഗ്നേഷൻ എന്താണ്? നമ്മുടെ ഐ ആം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ. കാരണം ആ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധമുള്ള ആ ഡെസിഗ്നേഷൻ ആണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസിഗ്നേഷൻ. അതാണ് മഹിംനി സ്വമഹീയത്തെ. അതായത് അതിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്, എൻ്റെ കീർത്തി എന്ന് പറയുന്നത് ഞാൻ ഈശ്വരൻ്റെ ദാസനാണ് എന്നുള്ളത്. ഈശ്വരൻ്റെയും ദാസനല്ല, ചൈതന്യ മഹാപ്രഭു പറഞ്ഞതിനനുസരിച്ച് ദാസാനുദാസ. അതാണ് എൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല എൻ്റെ ഗ്ലോറി. ബാക്കി എല്ലാം നശ്വരമാണ്. ഇന്ന് ഉണ്ടെങ്കിൽ നാളെ ഇല്ലാതാകാൻ പറ്റുന്ന വെറും ഭൗതികമായിട്ടുള്ള ക്ഷണനേരത്തിൽ ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഐശ്വര്യമോ സമ്പത്തോ ധനമോ സൗന്ദര്യമോ ബുദ്ധിയോ വാഗ്മിയാകാനുള്ള കഴിവോ എഴുതാനുള്ള കഴിവോ എല്ലാം വന്നിട്ട് ഒരു ചെറിയ സ്ട്രോക്ക് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ശരീരം നശിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ ഡെസിഗ്നേഷൻസ് എല്ലാം
ഇന്ന് ഇന്ത്യക്കാരനാണെങ്കിൽ നാളെ അമേരിക്കയിൽ പോയി അമേരിക്കൻ പൗരത്വം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തായി മാറും? അമേരിക്കക്കാരനായിട്ട്. ഇതെല്ലാം നശ്വരമായിരിക്കുന്ന കാര്യമാണ്. എന്റെ ഗ്ലോറി എന്താണ്? മഹീംനി സ്വേ മഹീയത്തെ. എന്താണ് ആ മഹീംനി സ്വേ മഹീയത്തെ എന്ന് പറയുന്നത്? ഐ ആം ദി പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ. ജീവേര സ്വരൂപ പോയി കൃഷ്ണയുടെ നിത്യദാസ്. ദാസാനുദാസ്. ഇതാണ് എൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 34-ാമത്തെ ശ്ലോകത്തിൽ നമ്മളുടെ ഗ്ലോറിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇത്രയും നേരം എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ രൂപങ്ങൾ, ലീലാവതാരങ്ങൾ, പുരുഷാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, പിന്നെ ഏതേജ അംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. പരിഭാഷാ സൂത്രം. അതിനുശേഷം എന്തു പറഞ്ഞു? ഭൗതികമായിട്ടുള്ള ഭഗവാന്റെ രണ്ട് പിന്നെ പ്രത്യക്ഷമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന, അതായത് നിയോഫൈറ്റ്സിനെ കാണാൻ പറ്റുന്ന രണ്ട് രൂപങ്ങൾ, വിരാട് രൂപവും വിശ്വരൂപവും പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും ആധ്യാത്മികമായിട്ട് ഒരു എക്സിസ്റ്റൻസും ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഈ രൂപം, അതായത് എങ്ങനെയാണ് ജീവാത്മാവ് ഈ ഭഗവാന്റെ അവതാരങ്ങളെ മനസ്സിലാക്കുന്നത്? സ്വേ മഹിംനി മഹീയത്തെ, അതായത് നമ്മുടെ മഹിമ എന്താണ്, ഭഗവാന്റെ അംശങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നോർമലി അയാൾക്ക് ആത്മവിജ്ഞാനം ലഭിക്കുകയും ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കും. ആ ആത്മാവ് ഈ ഭഗവാന്റെ ഒരു അംശമാണ് എന്ന് മനസ്സിലാക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ ഗ്ലോറി എന്ന് അയാൾ മനസ്സിലാക്കും. അങ്ങനെയാണ് അയാൾ എന്താകുന്നത്? വൈശാരദി മതി ആകുന്നത്. ഓക്കെ, ഇനി അടുത്ത 35 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ഭഗവാനെ, അതായത് ഇത്രയും നേരവും നമ്മൾ ഭഗവാന്റെ വിവിധ ക്വാളിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ ഭഗവാനെ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് സുധഗോസ്വാമി സുധഗോസ്വാമി ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ സുധഗോസ്വാമിയുടെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് പറയാൻ പറ്റും. പക്ഷേ ആ ആൾക്കാർ പ്രത്യേകിച്ച്, അതായത് നൈമിശാരണ്യത്തിലെ ഋഷിമാര് സ്പെസിഫിക് ക്വസ്റ്റ്യനും സ്പെസിഫിക് ആൻസറുമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ പറയുക. എന്താണ് സാരം സമുദ്രത്യ, അതായത് വളരെ ഇതായിട്ട് കണ്ടൻസ്ഡ് ആയിട്ട് പറയണം. കാര്യം എന്താണ്? നമ്മളെ പോലുള്ള മന്ദസുമന്ദ മതയ മന്ദഭാഗ്യാഹി ഉപദ്രുത അങ്ങനെയായിട്ടുള്ള ആൾക്കാരാണ് ഈ ഭാഗവതം വായിക്കാൻ പോകുന്നത്. ഒരു ശ്ലോകം ഇപ്പൊ വായിച്ചിട്ട് നാളെ മറിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചോ ഇല്ലയോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുകയില്ല. അതേപോലത്തെ ബുദ്ധിമാന്മാരായിട്ടുള്ള നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ആര് ചോദിക്കുന്നത്? ഋഷിമാർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഋഷിമാർക്ക് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. പക്ഷെ എന്നാലും എന്താണ്, ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ സൂതഗോസ്വാമിയോട് ചോദിക്കുന്നത്. അപ്പൊ സൂതഗോസ്വാമി ഇതെല്ലാം വന്നിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള കലികാലത്തിലെ ജീവാത്മാക്കൾക്ക്, എന്നെ പോലെയുള്ള ജീവാത്മാക്കൾക്ക് എന്ത് മനസ്സിലാവുകയില്ല? ഇന്ന് പഠിക്കുന്നത് ഇന്ന് തന്നെ ഓർമ്മയിരിക്കുന്നില്ല, പിന്നെയാണോ അത് നാളത്തേക്ക് ഓർത്തിരിക്കുന്നത്? അതുകൊണ്ട് സൂതഗോസ്വാമി ഇവിടെ നിർത്തുന്നു. ഭൗതികമായിട്ടുള്ള രൂപങ്ങളെക്കുറിച്ചും ഭഗവാന്റെ രൂപങ്ങളെക്കുറിച്ചുമുള്ള സംക്ഷിപ്തമായിട്ടുള്ള വിവരണം. ഇതിൽ നിന്നും ബാക്കി ഇനി ഭാഗവതം മുഴുവൻ വന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ, അതായത് 35 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതായത് മനസ്സിലാക്കുന്നത് എന്ന് കുറച്ച് വിവരിക്കും. ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം. 35th ശ്ലോകം നമുക്ക് നോക്കാം. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തുർ അജനസ്യ ച വർണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പതേ. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തുർ അജനസ്യ ച വർണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പതേ. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തുർ അജനസ്യ ച വർണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പതേ. ഭഗവാനെ കുറിച്ച് വിവരിക്കുകയാണ്. എന്താണ് വേദഗുഹ്യാനി? അവസാനത്തെ പാർട്ടിൽ എഴുതിയിരിക്കും. ഹൃത്പതി, ഹൃത്പതി, സുഹൃത്, സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ആരാണ് ഹൃത്പതി? സാത്വതാം പതി. ഭഗവാൻ സാത്വതാം പതി. ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ഹൃത്പതി, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നവൻ. ആരാണ്? വേറെ ആർക്കും അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ഇല്ല. ഈശ്വര സർവഭൂതാനാം
ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹൃത്പതി എന്ന് പറയുന്നത് ഭഗവാനെ മാത്രമാണ്. അപ്പോൾ എന്താണ് വേദഗുഹ്യാനി ഹൃത്പദേ എന്ന് പറയുന്നത് ആരെയാണ്? വേദഗുഹ്യാനി. ഗുഹ്യ എന്ന് പറഞ്ഞാൽ രഹസ്യമായത്, വേദഗുഹ്യാനി എന്ന് പറഞ്ഞാൽ വേദങ്ങളിലും രഹസ്യമായത്. എന്താണ് രഹസ്യമായിട്ടുള്ളത്? വേദഗുഹ്യാനി ഹൃത്പതിയുടെ, അതായത് ഭഗവാന്റെ എന്താണ് രഹസ്യമായിട്ടുള്ളത്? ഏവം ജന്മാനി കർമാണി, ജനനവും കർമ്മവും. എന്താണ് ഗുഹ്യമായിട്ടുള്ളത്? രഹസ്യമല്ലല്ലോ, പരസ്യമല്ലേ. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചു. അവിടെ നിന്നും നവജാത ശിശു ആയിരിക്കുമ്പോൾ തന്നെ വസുദേവർ എവിടെ കൊണ്ടുപോയി? ഗോകുലത്തിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് 11 വയസ്സ് വരെ എന്ത് ചെയ്തു? യശോദയുടെയും നന്ദമഹാരാജാവിന്റെയും പുത്രനായിട്ട് വളർന്നു. ആ ലീലകളെല്ലാം എവിടെ എഴുതി വെച്ചിരിക്കുന്നു? വേദങ്ങളിലും ഈ ഭാഗവതത്തിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. അതിനുശേഷം മധുരയിൽ തിരിച്ചു വന്നു, കംസനെ വധിച്ചു, പിന്നെ അവിടുത്തെ രാജാവിനെ, അതായത് അദ്ദേഹത്തിന്റെ മുത്തച്ഛനെ മോചിപ്പിച്ചു. പിന്നെ എന്താണ്? ദ്വാരക സ്ഥാപിച്ചു. പിന്നെ ബാക്കി മഹാഭാരതം ഒക്കെ ആ കാര്യങ്ങളും അതും ഇതും എല്ലാം നമ്മൾ കഴിഞ്ഞു. 125 വയസ്സായപ്പോഴും ഭഗവാൻ തിരിച്ച് സ്വധാമത്തിലേക്ക് പോയി. ഇതിനെത്താ എന്താണ് രഹസ്യമുള്ളത്? എല്ലാവർക്കും പരസ്യമായിട്ടുള്ള കഥകളല്ലേ. കൃഷ്ണ ബുക്ക് എടുത്ത് വായിച്ചാൽ മതിയല്ലോ, എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്താണ് ഈ രഹസ്യം? ഏവം ജന്മാനി കർമാണി വേദഗുഹ്യാനി. ഹൃത്പതിയുടെ വേദഗുഹ്യാനി ആയിട്ടുള്ള കാര്യം എന്താണ്? അദ്ദേഹം രണ്ടാമത്തെ ശ്ലോകം നോക്കുന്ന എന്താണ്? ശ്ലോകം 35 എന്താണ്? അകർത്തുർ അജനസ്യ ച. ഭഗവാൻ ഈ ജന്മാനി കർമാനിയൊക്കെ നമ്മളെ പോലെ അല്ല എടുക്കുന്നതെന്നാണ് പറയുന്നത്. അകർത്തുർ അജനസ്യ ച. അകർത്തുർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാക്റ്റീവ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമാം കർമാണി ലിപ്പന്തി നമേ കർമ്മസ്പൃഹേ. എന്താണ് കർമ്മസ്പൃഹേ എന്ന് പറയുന്നു? ആര്? ഭഗവത്ഗീതയിൽ പോയി എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, പിന്നെ എന്തിനാ ഭഗവാൻ ഈ പ്രകാരം ഇതൊക്കെ ചെയ്യുന്നത്? അതാണ് പ്രത്യേകത. വേദഗുഹ്യാനി, വേദങ്ങളിൽ പോലും അറിയില്ല, വേദങ്ങൾ മൊത്തം വായിച്ചാൽ പോലും അറിയില്ല ഭഗവാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെന്താണ്? അജനസ്യ. അജനസ്യ എന്ന് പറഞ്ഞാൽ അൺബോൺ. അഹം ആദിർഹി ദേവാനാം എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ അല്ല, അജനസ്യ അജം വിഭും. എന്താണ്? അർജുനനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അജം വിഭും. അജം എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ എന്നാണ്. ഭൗതികമായിട്ടുള്ള ജനനമില്ലാത്തവൻ എന്നാണ്. ഭഗവാൻ വന്നിട്ട് ദേവകി വസുദേവന്മാരുടെ പുത്രനായി ജനിക്കുന്നത് ഭൗതിക ശരീരം സ്വീകരിച്ചിട്ടല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ഛപ്രകാരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അജനസ്യ എന്ന് പറയുന്നത്. എന്താണ് ഗുഹ്യം? നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സൂപ്പർഫിഷ്യലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഗുഹ്യം എന്താണ്? അകർത്തൂറാണ്, അജനസ്യ ആണ്. അതായത് അദ്ദേഹത്തിന് ചെയ്യാനൊന്നും ഇല്ലെങ്കിലും ആത്മാരാമ അല്ലെ. എന്താണ്? ജന്മാദ്യസ്യത അന്വയത് ഇതരതസ് ചാർത്ഥേഷു അഭിജ്ഞ സ്വരാട്ട്. ഇൻഡിപെൻഡന്റ്, ഓൾ കോഗ്നിസന്റ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ശ്ലോകം ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് 7 ക്യാരക്ടറിസ്റ്റിക് ഓഫ് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞു. അതിനകത്ത് സ്വരാട്ടാണ്, അഭിജ്ഞയാണ്, ഇതെല്ലാമാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഭൗതിക ലോകത്തിൽ വന്നിട്ട് എന്തിനാണ് ഈ പ്രകാരമുള്ള ലീലകൾ ചെയ്യുന്നത്? എന്തിനാണ് ചെയ്യുന്നത്? അതാണ് അകർത്തൂർ. അജനസ്യ, ജനിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഭൗതിക ലോകത്തിൽ വരേണ്ട കാര്യമേ ഇല്ല അദ്ദേഹം. നമ്മളെ പോലെയുള്ള ഈ എന്താണ് തള്ളിവിട്ടിരിക്കുന്ന, അതായത് ഭൗതിക ലോകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ആർത്തിയോടെ അവിടെ നിന്ന് ചാടിപ്പോയതാണ്. ആര്? ആധ്യാത്മിക ലോകത്തു നിന്ന് ചാടിപ്പോയതാണ് നമ്മളെ പോലുള്ള ആ ജീവാത്മാക്കൾ. അവരെയൊക്കെ വെറുതെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു ഭഗവാൻ. അതായിരുന്നു അദ്ദേഹത്തിന് നല്ലത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിക്കത്തില്ല. അതിനാണ് ഇവിടെ ഈ അകർത്തുർ അജനസ്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇവിടെ വരേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ജനിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ഈ ചെയ്യുന്ന ഒരു കാര്യങ്ങളും സൃഷ്ടി ഉൾപ്പെടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ആത്മാരാമനാണ്. എന്തിനാണ് പക്ഷെ ചെയ്യുന്നത്? ഏവം ജന്മാനി കർമാണി. എന്തിനാണ് പിന്നെ ജനിക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും? ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവകി വസുദേവന്മാരുടെ മകനായി അപ്പിയർ ചെയ്യുന്നതും, പിന്നെ ഈ പ്രകാരം പാർത്ഥസാരഥിയാകുന്നതും മഖൻ ചോറാകുന്നതും എല്ലാം എന്തിനാണ്?
ആ അത് വന്നിട്ട് വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പതേ. ആ ഹൃത്പതിയുടെ ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് എന്താണ്? വർണ്ണയന്തി സ്മ കവയോ, അൺഡിസ്കവറബിൾ ആണ്, ആരാലും വിവരിക്കാൻ പറ്റുകയില്ല, വേദിക് ലിറ്ററേച്ചറിൽ പോലും കാണുകയില്ല. ലേൺഡ് മെൻ, അതാണ് പ്രത്യേകത. എന്താണ് ലേൺഡ് മെൻ? കവയോ, കവയ എന്ന് പറഞ്ഞാൽ ആരാണ്? ലേൺഡ് മെൻ, അതായത് പഠിച്ചവർ, അതായത് തത്വജ്ഞാനികളാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. എന്താണ്? ഈ തത്വജ്ഞാനികൾക്ക് അറിയാം എന്താണ് അകർത്തുർ അജനസ്യായിട്ടുള്ള ഭഗവാന് ജന്മാനി കർമാണി വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ജന്മാനി കർമാണി ചെയ്യുന്നത്. ഇത് വേദഗുഹ്യമാണ്. പക്ഷേ ആർക്കറിയാം? വർണ്ണയന്തി സ്മ കവയോ, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ വർണ്ണിക്കും. അവരുടെ അടുത്തുനിന്ന് പോയി കേട്ടാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ശ്ലോകം തുടങ്ങി വെക്കാം. അടുത്ത 3 ശ്ലോകങ്ങൾ, 4 ശ്ലോകങ്ങൾ വന്നിട്ട് ഭഗവാനെ കുറിച്ചുള്ള, ഭഗവാന്റെ ഈ സ്പെഷ്യൽ ക്യാരക്ടറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും അതിനുശേഷം ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്ലോറീസുമാണ്. അതോടുകൂടി നമ്മളുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് അവസാനിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും, ക്ഷമയോടുകൂടി ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. അടുത്ത വ്യാഴാഴ്ചയും ഈ പ്രകാരം നമ്മൾക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ.